സരസ്വതി FM കരുതലിന്റെ നാദം ഹൃദയം കൊണ്ട് കേൾക്കൂ. സരസ്വതി FM-ലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് 2025 നവംബർ 23 കൊല്ലവർഷം 1201 വൃശ്ചികം 7 ഞായറാഴ്ച. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ഇമിഗ്രേഷൻ ചെക്ക് പോസ്റ്റ് പദവിയായി വിഴിഞ്ഞം ഇനി ഇന്റർനാഷണൽ. തൊഴിലാളികൾക്ക് സാമൂഹ്യ സുരക്ഷ, സ്ത്രീകൾക്ക് തുല്യവേതനം, തൊഴിൽ പരിഷ്കാര കോഡ് പ്രാബല്യത്തിൽ. വേദമന്ത്രങ്ങളാൽ ശ്രീ പത്മനാഭന് അർച്ചന, മുറജപം തുടങ്ങി. ഭീമാപള്ളി ഉറൂസിന് ഇന്നലെ തുടക്കമായി. വെരിക്കോസ് വെയിൻ ഇനി ആശങ്കയില്ല. സരസ്വതി വെയിൻ ക്ലിനിക് ഇപ്പോൾ മികച്ച സൗകര്യങ്ങളോടെ. വാർത്തകൾ വിശദമായി. ഇമിഗ്രേഷൻ ചെക്ക് പോസ്റ്റ് പദവിയായി വിഴിഞ്ഞം ഇനി ഇന്റർനാഷണൽ. ക്യാപ്റ്റന്മാർക്കും ജീവനക്കാർക്കും ഇനി കരയിലിറങ്ങാം. രാജ്യത്തെ ഔദ്യോഗിക അന്താരാഷ്ട്ര സീ പോർട്ടുകളുടെ പട്ടികയിൽ ഇനി വിഴിഞ്ഞവും. കേരളത്തിന്റെ വികസനത്തിന്റെ പുത്തൻ വാതായനങ്ങൾ തുറക്കുന്ന വിഴിഞ്ഞത്ത് ക്രൂ ചേഞ്ചിങ് അനുമതിക്കുള്ള ഇമിഗ്രേഷൻ ചെക്ക് പോസ്റ്റ് പദവി ലഭിച്ചു. ഇതോടുകൂടി ഇവിടെ ചരക്കു നീക്കത്തിനല്ലാതെ ക്രൂ ചേഞ്ചിങ്ങിനായി മാത്രമായും കപ്പലുകൾ അടുക്കും. പ്രാദേശികമായി നിരവധി പേർക്ക് തൊഴിൽ ലഭ്യത ഉണ്ടാകും. ഹോട്ടലുകൾക്കും ടൂറിസ്റ്റ് ടാക്സികൾക്കും കൂടാതെ ചെറുകിട വ്യാപാര സ്ഥാപനങ്ങൾക്കും നേട്ടമുണ്ടാകും. തൊഴിലാളികൾക്ക് സാമൂഹ്യ സുരക്ഷ, സ്ത്രീകൾക്ക് തുല്യവേതനം, തൊഴിൽ പരിഷ്കാര കോഡ് പ്രാബല്യത്തിൽ. അസംഘടിത തൊഴിലാളികൾക്ക് 40 കോടിയുടെ സാമൂഹ്യ സുരക്ഷാ ഫണ്ട്. തൊഴിലുടമകൾ ലാഭവിഹിതത്തിന്റെ 2% തൊഴിലാളികൾക്ക് നൽകണം. അസംഘടിത മേഖല, ഓൺലൈൻ ജീവനക്കാർ, ഇൻഷുറൻസ്, ആരോഗ്യ, പ്രസവാനുകൂല്യങ്ങൾ, PF തുടങ്ങിയ സാമൂഹ്യ സുരക്ഷാ പദ്ധതികളുടെ പരിധിയിൽ വരും. വേദമന്ത്രങ്ങളാൽ ശ്രീ പത്മനാഭന് അർച്ചന, മുറജപത്തിന് തുടക്കമായി. പത്മതീർത്ഥക്കരയിൽ ജലജപം ആരംഭിച്ചു. ഋഗ്, യജുർ, സാമവേദങ്ങൾക്ക് പുറമെ ഇക്കുറി അഥർവവേദവും ജപിക്കും. 8 ദിവസം വീതമുള്ള 7 മുറകളിലായി 56 ദിവസം നീണ്ടു നിൽക്കുന്നതാണ് മുറജപ ചടങ്ങുകൾ. ഭീമാപള്ളി ഉറൂസിന് ഇന്നലെ തുടക്കമായി. ഡിസംബർ 2 വരെ നീണ്ടു നിൽക്കും. ഉറൂസിനുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. ഉറൂസുമായി ബന്ധപ്പെട്ട തയ്യാറെടുപ്പുകൾ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ വിലയിരുത്തി. വനിതാ പോലീസുകാരടക്കം കൂടുതൽ പോലീസ് സേനയെ വിന്യസിക്കും. ഉറൂസിന് ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. വെരിക്കോസ് വെയിൻ ഇനി ആശങ്കയില്ല. സരസ്വതി ഹോസ്പിറ്റലിലെ ആധുനിക സരസ്വതി വെയിൻ ക്ലിനിക് ഇപ്പോൾ മികച്ച ചികിത്സാ സൗകര്യങ്ങളോടെ. ദീർഘകാല വ്രണങ്ങൾക്ക് സരസ്വതി ആശുപത്രിയുടെ പ്ലാസ്റ്റിക് സർജറി വിഭാഗത്തിന്റെ പിന്തുണയോടെ വേദനരഹിത കുറഞ്ഞ ആശുപത്രിവാസം തുടങ്ങി ദൈനംദിന ജീവിതത്തെ തടസ്സപ്പെടുത്താതെ വെരിക്കോസ് വെയിനിന് ഇപ്പോൾ ഫലപ്രദമായ പരിഹാരം. വെയിൻ ക്ലിനിക് എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 4 മുതൽ 6 വരെ. കൂടുതൽ വിവരങ്ങൾക്കും അപ്പോയിന്റ്മെന്റ്സിനും വിളിക്കാം 7593989860. കൗതുക വാർത്തകൾ. കുട്ടികൾ കൂടിയാൽ പ്രധാന അധ്യാപകർക്ക് വിദേശയാത്ര. പദ്ധതി പ്രഖ്യാപിച്ച കർണാടക വിദ്യാഭ്യാസ വകുപ്പ്. സർക്കാർ സ്കൂളിലും കോളേജിലും കൂടുതൽ വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നൽകുന്ന പ്രധാന അധ്യാപകർക്ക് കർണാടക വിദ്യാഭ്യാസ വകുപ്പ് സൗജന്യ വിദേശയാത്രാ പാക്കേജ് പ്രഖ്യാപിച്ചു. അടുത്ത അധ്യയന വർഷം 25% കൂടുതൽ കുട്ടികൾക്ക് പ്രവേശനം നൽകുന്നവർക്കാണ് അവസരം ലഭിക്കുക. കായികം. വേൾഡ് ബോക്സിംഗ് കപ്പ് ഇന്ത്യ ചാമ്പ്യന്മാർ. ഉത്തർപ്രദേശിലെ ഗ്രേറ്റർ നോയിഡയിൽ നടക്കുന്ന വേൾഡ് ബോക്സിംഗ് കപ്പിൽ ഇന്ത്യ ചാമ്പ്യന്മാർ. 9 സ്വർണവും 6 വെള്ളിയും 5 വെങ്കലവും ഉൾപ്പെടെ 20 മെഡലുകൾ ഇന്ത്യ നേടി. 48 കിലോഗ്രാം മുതൽ 90 കിലോഗ്രാം വരെ ഭാരവിഭാഗങ്ങളിലായിരുന്നു മത്സരം. ഇനി ആരോഗ്യമുത്തുകളിൽ ഡോക്ടർ SK അജയകുമാർ. പ്രിയമുള്ളവരെ, ഇന്നത്തെ ആരോഗ്യമുത്തുകളിൽ നമ്മൾ സംസാരിക്കുന്ന വിഷയം പിത്തസഞ്ചിയും അനുബന്ധ രോഗങ്ങളും എന്നതാണ്. പിത്തസഞ്ചി എന്നത് വയറിന്റെ വലത്ത് ഭാഗത്ത് മുകളിലായി കരളിനടിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സഞ്ചി പോലെ അല്ലെങ്കിൽ ഒരു ബലൂൺ പോലെ ഉള്ള അവയവമാണ്. അത് കരളിൽ നിന്നും പിത്തരസം കുടലിലേക്ക് പോകുന്ന ട്യൂബിന്റെ സൈഡിൽ ഒരു ബ്രാഞ്ചായി വന്നിട്ട് ഒരു ബലൂൺ രൂപത്തിലിരിക്കുന്ന അവയവമാണ്. അതിന്റെ ധർമ്മം എന്ന് പറയുന്നത് പിത്തരസത്തെ താൽക്കാലികമായി സ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ്. കൊഴുപ്പിന്റെ അംശമുള്ള ആഹാരം എത്തുമ്പോൾ കുറേശ്ശെ പിത്തരസത്തിനെ കുടലിലേക്ക് വിട്ടുകൊടുക്കുക എന്നതാണ് അതിന്റെ ധർമ്മം. പിത്തസഞ്ചിയിൽ ഏറ്റവും സാധാരണമായി വരുന്ന അസുഖമാണ് പിത്തസഞ്ചിയിലെ കല്ല്. പിത്തസഞ്ചിയിലെ കല്ലുണ്ടാകുമ്പോൾ പിത്തസഞ്ചിയിൽ ഇൻഫെക്ഷൻ ഉണ്ടാവുകയും കോളിസിസ്റ്റൈറ്റിസ് എന്ന അസുഖം ഉണ്ടാവുകയും ചെയ്യും. എന്താണ് അതിന്റെ ലക്ഷണങ്ങൾ? വയറിന്റെ വലതു ഭാഗത്ത് വേദന, മുകളിലായി വേദന വരിക. ആ വേദന തോൾപ്പലകയുടെ താഴ്ഭാഗത്തേക്കോ വലത്തെ ഷോൾഡറിലോട്ടോ പോവുക. ചെറിയ പനി വരിക, ഛർദിൽ വരിക, ഒരല്പം മഞ്ഞനോവ് വരിക. ഇതൊക്കെയാണ് ലക്ഷണങ്ങൾ. എന്നാൽ അത് വളരെ ഗുരുതരമായി വരികയാണെങ്കിൽ പനിയും വേദനയും മാറാതിരിക്കുകയും രോഗിക്ക് രോഗാണുബാധയുടെ അല്ലെങ്കിൽ സെപ്സിസിന്റെ ലക്ഷണങ്ങൾ വരികയും ചെയ്യും. പിത്തസഞ്ചിയിലെ കല്ല് ഉണ്ട് എന്ന് കണ്ടെത്തിയാൽ ഒരു ഡയബറ്റിക് രോഗിയാണെങ്കിൽ അല്ലെങ്കിൽ അമിതവണ്ണമുള്ളവരാണെങ്കിൽ അത് ലക്ഷണം ഒന്നും ഇല്ലാതെ ആണെങ്കിൽ പോലും അതിനെ നീക്കം ചെയ്യുന്നതാണ് ഉത്തമം. പിന്നെ പിത്തസഞ്ചിയിൽ ഇൻഫെക്ഷൻ വരുന്ന കോളിസിസ്റ്റൈറ്റിസ് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് നീക്കം ചെയ്യേണ്ടതാണ്. വളരെ സുരക്ഷിതമായി കീ ഹോൾ അഥവാ ലാപ്രോസ്കോപ്പിക് മാർഗത്തിലൂടെ പിത്തസഞ്ചി നമുക്ക് നീക്കം ചെയ്യാവുന്നതാണ്.
ഇനി പിത്തസഞ്ചിയുടെ അനുബന്ധമായി വരുന്ന മറ്റൊരു പ്രശ്നമാണ് പിത്തസഞ്ചിയിലുള്ള കല്ല് താഴേക്കിറങ്ങി കോമൺ ബൈൽ ഡക്റ്റ് എന്ന് പറയുന്ന പിത്തരസം കുടലിലേക്ക് പോകുന്ന മെയിൻ ട്യൂബിനെ ബ്ലോക്ക് ചെയ്യുന്ന അവസ്ഥ. ഇത് കഠിനമായ മഞ്ഞനോവിന് കാരണമാകും. അടിക്കടി പനിയും കുളിരും മഞ്ഞനോവും വേദനയും വരുന്ന കൊളഞ്ചൈറ്റിസിന് കാരണമാകും. അതും ഗൗരവമായി മാറാം. അത് ലാപ്രോസ്കോപ്പി വഴിയും എൻഡോസ്കോപ്പി വഴിയും ആ കല്ലിനെ നീക്കം ചെയ്യാൻ പറ്റും. അതിനോടൊപ്പം പിത്തസഞ്ചിയും നീക്കം ചെയ്യേണ്ടതാണ്. പിത്തസഞ്ചിയിലെ രോഗങ്ങളിൽ അപൂർവമായി പിത്തസഞ്ചിയിൽ ക്യാൻസർ ഉണ്ടാകാം. അത് വളരെ ഗുരുതരമായ രോഗമാണ്. അതിന് വലിയ സർജറി വേണ്ടിവരും. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ പിത്തരസം സ്റ്റോർ ചെയ്യാൻ ഉള്ള അവയവം നമുക്ക് ശല്യം സൃഷ്ടിക്കുന്ന ഒരവസ്ഥയാണ് പിത്തസഞ്ചിയിലെ കല്ല്, പിത്തസഞ്ചിയിലെ ഇൻഫെക്ഷൻ തുടങ്ങിയവ. അപ്പോൾ അക്യൂട്ട് കോളിസിസ്റ്റൈറ്റിസിനെ അവഗണിക്കരുത്, പിത്തസഞ്ചിയിലെ കല്ലിനെ അവഗണിക്കരുത്. എത്രയും വേഗം ഒരു സർജനെ കാണിക്കുക, അത് സർജറി ചെയ്ത് ഒഴിവാക്കുക. ഇനി അടുത്ത മറ്റൊരു വിഷയവുമായി ഞായറാഴ്ച കാണുന്നതുവരെ അല്ലെങ്കിൽ കേൾക്കുന്നതുവരെ നന്ദി, നമസ്കാരം. നാളത്തെ പ്രധാന OP വിവരം. സർജൻ ഡോക്ടർ SK അജയകുമാർ രാവിലെ 9 മുതൽ 12 വരെ, ഗൈനക്കോളജി ഡോക്ടർ ബിന്ദു അജയകുമാർ രാവിലെ 10 മുതൽ 12:30 വരെ, വൈകിട്ട് 4 മുതൽ 6 വരെ. ഫിസിഷ്യൻ ഡോക്ടർ രാധാകൃഷ്ണൻ രാവിലെ 9 മുതൽ 12 വരെ, ഡോക്ടർ സതീഷ് കുമാർ 3 മുതൽ 5 വരെ, ഡോക്ടർ റനീഷ് വൈകിട്ട് 5:30 മുതൽ 7 വരെ. ഫാമിലി മെഡിസിൻ ഡോക്ടർ ശിവകുമാർ രാവിലെ 9 മുതൽ 1 വരെ, ന്യൂറോളജി ഡോക്ടർ സ്വാതി കൃഷ്ണ വൈകിട്ട് 6 മുതൽ 8 വരെ. കൂടുതൽ വിവരങ്ങൾക്കും അപ്പോയിന്റ്മെന്റ്സിനും വിളിക്കൂ 9072442098 9495472598. സരസ്വതി FM കേൾക്കൂ, സമ്മാനം നേടൂ. ഇന്നത്തെ ചോദ്യം. ഈ ആഴ്ചയിലെ ചോദ്യം പിത്തസഞ്ചിയുമായി ബന്ധപ്പെട്ട ഒരു ക്ലിനിക്കൽ ഫൈൻഡിംഗ് ആണ് മർഫീസ് സൈൻ. ഡോക്ടർ രോഗിയുടെ വയറ് തൊട്ടു നോക്കുമ്പോൾ ഈ പറയുന്ന ലക്ഷണം ഉണ്ടോ എന്ന് നോക്കും. അതിനെ മർഫീസ് സൈൻ, അത് പോസിറ്റീവ് ആണെങ്കിൽ പിത്തസഞ്ചിയിൽ ഇൻഫെക്ഷൻ ഉണ്ടെന്ന് ഉറപ്പുവരുത്താം. എന്താണ് ഈ മർഫീസ് സൈൻ? ഉത്തരങ്ങൾ യൂട്യൂബിൽ കമന്റായി ഈ വരുന്ന ബുധനാഴ്ചയ്ക്ക് മുമ്പ് നൽകൂ. സമ്മാനം നറുക്കെടുപ്പിലൂടെ. പുതിയ വാർത്തകളും പുതുപുത്തൻ വിശേഷങ്ങളുമായി വീണ്ടും അടുത്തയാഴ്ച വരും വരെ നന്ദി, നമസ്കാരം. സരസ്വതി FM കരുതലിന്റെ നാദം കൊണ്ട് കേൾക്കൂ.